തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ പോലെ തന്നെ ഭയങ്കര ചൂടാണ് തമിഴ്നാട്ടിലും. പ്രത്യേകിച്ച് തൂത്തുക്കുടി എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു മേഖലയാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നല്ല രീതിയിൽ തന്നെ 40 ഡിഗ്രി അടുത്ത് ചൂട് ഇപ്പോൾ തന്നെ തൂത്തുക്കുടിയിലുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ ഒരു പ്രധാന വ്യവസായ മേഖലയാണ് തൂത്തുക്കുടി എന്ന് പറയുന്നത്. നിറയെ കമ്പനികളുണ്ട്. അതിന് പുറമെ തുറമുഖമുണ്ട്, എയർപോർട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു സിറ്റി തന്നെയാണ് തൂത്തുക്കുടി. പക്ഷേ ഞാനിപ്പോൾ ഉള്ളത് തൂത്തുക്കുടിയിലെ വിശാലമായ ഉപ്പുപാടങ്ങളിലാണ്. വിശാലമെന്ന് പറഞ്ഞാൽ പോരാ, ഏക്കർ കണക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉപ്പുപാടങ്ങളാണ് തൂത്തുക്കുടിയിലുള്ളത്. വലിയ രീതിയിൽ തന്നെ ഉപ്പ് വ്യവസായം തൂത്തുക്കുടിയിൽ നടക്കുന്നുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ ഉപ്പുപാടങ്ങൾ എന്ന് പറയുന്നത്. അത് കണ്ണെത്താ ദൂരം വ്യാപിച്ചു കിടക്കുന്ന, നമുക്ക് അവിടെയൊക്കെ നോക്കിയാൽ കാണാം, കണ്ണെത്താ ദൂരം വ്യാപിച്ചു കിടക്കുന്ന ഉപ്പുപാടങ്ങളാണ്. ആ റോഡിന് അപ്പുറത്തെ വശത്തും ഉപ്പുപാടങ്ങളാണ്. അത്രയും വലിയ ഉപ്പ് ശേഖരമാണ്. ഇത് ഒരു പ്രദേശം മാത്രമാണ്. ഇതുപോലെ നിറയെ ഉപ്പുപാടങ്ങൾ തൂത്തുക്കുടിയിലുണ്ട്. ഇതുപോലുള്ള ചെറു ചാലുകൾ വഴിയാണ് കടൽ വെള്ളം ഈ ഉപ്പുപാടങ്ങളിലെത്തുന്നത്. ഈ ചെറു ചാലിലൂടെ കടൽ ജലം എത്തിയ ശേഷം ഈ പാടങ്ങളിലേക്ക് ജലം കയറ്റിവിടുകയാണ്. അത്തരത്തിലൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ കാണുന്നത് കടൽ വെള്ളം കയറ്റിയിട്ട ഒരു കണ്ടം അല്ലെങ്കിൽ ഒരു പാടം എന്ന് പറയാം. അത്തരത്തിൽ നിരവധി പാടങ്ങളുണ്ട്. ഇത് ദിവസങ്ങളോളം എടുത്ത് ഉപ്പ് കുറുക്കി എടുത്താണ് ഈ ഉപ്പ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കുറുക്കിയെടുത്ത ഉപ്പാണ് ഈ പാടത്തിൻ്റെ ഓരത്ത് ഇങ്ങനെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് എടുത്ത് നോക്കാം. കല്ലുപ്പാണ്, നല്ല വലിയ ക്രിസ്റ്റൽ ടൈപ്പ് കല്ലുപ്പാണ്. ഇതിന് വീണ്ടും പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കാം നമ്മുടെ കൈകളിലേക്കൊക്കെ എത്തുന്ന കല്ലുപ്പ്. പാടങ്ങളിൽ നിന്ന് നേരെ പോകുന്നത് ഒരു കണ്ണീർ ഓർമ്മയിലേക്കാണ്. തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് കേട്ടിരിക്കുമല്ലോ എല്ലാം. തൂത്തുക്കുടിയെ ഒരു കാലത്ത് വേദനയിലാഴ്ത്തിയ വെടിവെപ്പിൻ്റെ ഓർമ്മകൾ. ആ സ്റ്റെർലൈറ്റ് കമ്പനിയിലേക്കാണ് ഇനി പോകുന്നത്. തൂത്തുക്കുടി ഒരു കണ്ണീർ ഓർമ്മയാണ് സ്റ്റെർലൈറ്റ് വേദാന്ത കമ്പനി. 2018 മെയ്യിൽ നടന്ന പോലീസ് വെടിവെപ്പിൽ 13 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഈ കാണുന്ന വേദാന്ത കമ്പനിയിലെ പരിസര മലിനീകരണത്തെ തുടർന്ന് അന്ന് ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നു. പിന്നീട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടക്കുന്നു. ആ മാർച്ചിനെതിരെയാണ് അന്ന് പോലീസ് വെടിവെപ്പുണ്ടാവുന്നതും 13 പേർ കൊല്ലപ്പെടുന്നതും. എന്തായാലും ഈ പോലീസ് വെടിവെപ്പിന് പിന്നാലെ ഈ ഫാക്ടറി അടച്ചിട്ടുണ്ട്. ജനകീയ പ്രക്ഷോഭം പിന്നീട് അവസാനിച്ചു. വലിയ ഒരു കണ്ണീർ ഓർമ്മയാണ് തൂത്തുക്കുടിയെ സംബന്ധിച്ചിടത്തോളം. ഒരു കണ്ണീർ ഓർമ്മയായിരുന്നു 2018 മെയ് 22-23 തീയതികൾ. തൂത്തുക്കുടി വിശേഷങ്ങൾ ഇനിയും തുടരുകയാണ്. ഇപ്പോൾ കുറച്ച് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് കാണാം. തൂത്തുക്കുടിയിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായ കനിമൊഴി ഇപ്പോൾ ഞാനുള്ള കോവിൽപ്പെട്ടിയിലേക്ക് അല്പസമയത്തിനകത്തും. കനിമൊഴി എതിരേൽക്കാൻ കോൺഗ്രസ്, CPM പ്രവർത്തകരും CPI പ്രവർത്തകരും എല്ലാം തന്നെ ഒരുമിച്ചെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഇന്ത്യ മുന്നണിയിൽ DMK-ക്ക് പുറമെ കോൺഗ്രസും CPM എല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരേ ഒരു മനസ്സോടുകൂടിയാണ് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ കോൺഗ്രസ് CPM കൊടികൾ ഒരുമിച്ച് പറക്കുന്ന കാഴ്ചകൾ അപൂർവമല്ലെങ്കിലും നമുക്ക് മലയാളികൾക്ക് പക്ഷേ ഒരു അപൂർവമായ കാഴ്ചയായിരിക്കാം. ഒരേ മുന്നണിയിൽ ഇവർ ഇത്തരത്തിൽ ഒരേ മനസ്സോടുകൂടി ഈ പ്രവർത്തകർ നിൽക്കുന്ന കാഴ്ച. എന്തായാലും കനിമൊഴി എന്ന അവരുടെ നേതാവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ. പെട്രോൾ വിലയും ഗ്യാസ് വിലയും തുടങ്ങി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വരെ തൂത്തുക്കുടിയിലെ ഓരോ ഗ്രാമങ്ങളിലും ചർച്ചയാകുകയാണ്. തൂത്തുക്കുടിയിൽ നിന്നും വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്.